ഹായ് ഹലോ എല്ലാവർക്കും KGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഷാമ്പൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷാമ്പൂ വരുന്നത് അലോവേരയുടെ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഷാമ്പൂ മേക്കണേന്ന് നോക്കാം. കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഈ ഒരു മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ ഒരു വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടിരിക്കുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂവിൻ്റെ ബേസാണ്. ട്രാൻസ്പെറൻറ്റ് ബേസാണ് കേട്ടോ വരുന്നത്. ബേസ് എടുത്തിരിക്കുന്നത് 500 ഗ്രാമാണ്. നമ്മളിപ്പോൾ ഇത് മേക്ക് ചെയ്ത് കഴിയുമ്പോൾ 500 ഗ്രാം എന്നുള്ളത് കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ ഷാമ്പൂ മേക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതെന്തോരാണ് കൂടുതൽ കിട്ടിയേക്കണമെന്നൊക്കെ കാണിച്ച് തരാം. ബേസ് അങ്ങനെ നമ്മളിവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഇത് DM വാട്ടർ ആണ്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. നമ്മളിപ്പോൾ സോപ്പ്, ഷാമ്പൂ, ഫേസ് വാഷ്, ജെല്ല് ഇതൊക്കെ ചെയ്യുമ്പോൾ DM വാട്ടർ ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. സെയിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സാധാ വാട്ടർ യൂസ് ആക്കരുത് കേട്ടോ. ഇതുപോലെ DM വാട്ടർ വേണം ഉപയോഗിക്കാനായിട്ട്. DM വാട്ടർ നമ്മളൊരു 250 ഗ്രാമിൻ്റെ അടുത്താണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഗ്രാം കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 250 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ടയർ അമർത്തിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PQ7 ആണ്. അതായത് ഇത് ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡ്രൈനെസ് ഒന്നും ആവാതിരിക്കാനായിട്ടാണ് ഈ ഒരു PQ7 ചേർക്കുന്നത്. ഇതൊരു 8 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ അലോവേരയുടെ ഷാമ്പൂ ആണല്ലോ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അപ്പോൾ അതിന് പകരം എനിക്ക് കുറച്ചധികം നാൾ ഷെൽഫ് ലൈഫ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ് എടുക്കുന്നത്. എക്സ്ട്രാക്റ്റ് ഒരു 25 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഈ ഒരു ഓയിൽ ഏകദേശം ഒരു 1-2 ഡ്രോപ്സിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെയ്റ്റ് മെഷീൻ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ പാത്രം നല്ല മെത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കണ്ട കേട്ടോ. ഇളക്കി കഴിഞ്ഞ് ഓവർ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അലോവേരയുടെ എക്സ്ട്രാക്റ്റിന് പകരം ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജ്യൂസ് നമുക്ക് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആ ഒരു കൂട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ലൈറ്റായിട്ടൊരു കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ഗ്രീൻ ലിക്വിഡ് കളർ ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അലോവേരയുടെ തന്നെ ഒരു സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ml അടുത്ത്. എന്നിട്ട് ഈ കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കളർ നമുക്ക് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നവർക്ക് കൊടുക്കാനാണെങ്കിൽ അതുപോലെ തന്നെ ഷോപ്പിലൊക്കെ ഇങ്ങനെ സെയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത്. എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാകുമ്പോൾ ഷെൽഫ് ലൈഫ് എബോവ് 6 മന്തൊക്കെയാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ആ ഒരു ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ തലേ ദിവസം രാത്രി ഇരുന്നാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ബബിൾസ് എല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ഷാമ്പു കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷാമ്പൂവിൻ്റെ ആ ഒരു ബബിൾസ് എല്ലാം പോയതിന് ശേഷം നമുക്ക് കാണാതെ എങ്ങനെ ഇരിക്കണേ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഷാമ്പൂവിൻ്റെ ബബിൾസ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ഷാമ്പൂ വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത്രയും കളറൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ഷാമ്പൂ എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബോട്ടിൽസിൽ ഫില്ല് ചെയ്യണം. ബോട്ടിൽസിൽ ഫില്ല് ചെയ്യണതിന് മുന്നേ ആയിട്ട് അതിൻ്റെ pH കൂടി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഷാമ്പൂ, ഫേസ് വാഷ് എന്ത് ഐറ്റംസ് ചെയ്താലും പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ pHും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു pH സ്ട്രിപ്സ് ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഷാമ്പൂവും കൂടെ അതിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ കളർ മാറുന്നുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു pH സ്ട്രിപ്സ് നമ്മുടെ ആ ഒരു pHൻ്റെ ബുക്ക് ഉണ്ടല്ലോ അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ 5 ആണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. 5 ആയിട്ടാണ് മാച്ച് ആയിരിക്കുന്നത്. നമുക്ക് സേഫായിട്ട് യൂസ് ആക്കാവുന്നതാണ്. പിന്നെ pH ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഓരോരോ ബോട്ടിലാക്കി ഫില്ല് ചെയ്യുകയാണ്. ഇത് 100 ml ബോട്ടിലാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഷാമ്പൂ മേക്കിംഗ് വീഡിയോ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന ബേസ് അനുസരിച്ച് ചിലപ്പോൾ ചേർക്കുന്ന അളവിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാ ബേസും ഒരേ കമ്പനിയുടെ അല്ല, ഒരേ തിക്നെസ്സും കാര്യങ്ങളല്ല വരുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ DM വാട്ടറൊക്കെ ചേർക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒറ്റയടിക്ക് എടുത്ത് ചേർക്കാതെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. തിക്നെസ്സും കാര്യങ്ങളും നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അങ്ങനത്തെ നമ്മൾ എല്ലാ ബോട്ടിൽസും ഫില്ലാക്കിയിട്ടുണ്ട്. 500 ഗ്രാം ഷാമ്പൂവിൻ്റെ ബേസ് എടുത്തപ്പോൾ ഒരു 6.5 ബോട്ടിലിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷാമ്പു വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലത്തെ ഫ്ലിപ്പ് ക്യാപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഷാമ്പൂവിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൊണ്ട് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഷാമ്പൂവിനുള്ള സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.